DCB മീഡിയയുടെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഗ്യാസ് ഏജൻസികളിൽ നിന്ന് പാചകവാതക സിലിണ്ടർ വിതരണം 2 ദിവസത്തിൽ കൂടുതൽ വൈകിയാൽ നിങ്ങളുടെ സിലിണ്ടർ ബുക്കിംഗ് റദ്ദാകുന്ന രീതി ആരംഭിച്ചതോടെ കേരളത്തിലെ ഉപയോക്താക്കൾ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഓണക്കാലം എത്തുന്നതോടെ LPG സിലിണ്ടർ ക്ഷാമത്തിന് ഇത് കാരണമാകുമെന്നും ആശങ്കയുണ്ട്. ഉപയോക്താക്കൾ സിലിണ്ടർ ബുക്ക് ചെയ്ത ശേഷം 2 ദിവസം കഴിഞ്ഞും ഏജൻസി വിതരണം ചെയ്തില്ലെങ്കിൽ എണ്ണ കമ്പനി തന്നെ ബുക്കിംഗ് റദ്ദാക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. പ്രതിദിനം 3000 സിലിണ്ടറുകൾ വരെ ഇങ്ങനെ റദ്ദാക്കപ്പെടുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബുക്കിംഗ് ഗ്യാസ് കമ്പനികൾ റദ്ദാക്കുന്നതോടെ ഉപയോക്താവ് വീണ്ടും സിലിണ്ടർ ബുക്കിംഗ് നടത്തണം. ഇത് മനസ്സിലാക്കാതെ വിതരണ ഏജൻസികളും ഉപയോക്താക്കളും തമ്മിൽ അവരുടെ ഓഫീസുകളിലും വിതരണ ജീവനക്കാരുമായി തർക്കം പതിവായിരിക്കുകയാണ്. ഭാരത് ഗ്യാസ് ഏജൻസികളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ. കാലവർഷക്കെടുതിയും പ്രളയവും മറ്റ് സാഹചര്യങ്ങളും കാരണം ബുക്ക് ചെയ്ത എല്ലാവർക്കും 2 ദിവസത്തിനകം സിലിണ്ടർ വിതരണം പൂർത്തിയാക്കുക അസാധ്യമാണെന്നാണ് ഗ്യാസ് ഏജൻസിക്കാരുടെ വാദം. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് പറയുന്നുണ്ടെങ്കിലും അത്തരം രേഖാമൂലമുള്ള നിർദ്ദേശങ്ങളൊന്നും നിലവിലില്ല. 3 തവണ വിതരണത്തിനെത്തുമ്പോഴും ഉപയോക്താവിനെ കാണാതെ മടങ്ങേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ബുക്കിംഗ് റദ്ദാക്കുവാൻ അനുവാദം നേരത്തെ ഉണ്ടായിരുന്നത്. വിതരണത്തിന് വീടുകളിലെത്തുമ്പോൾ ആളില്ലെങ്കിൽ 2-3 അവസരങ്ങൾ വീട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം വീണ്ടും നൽകാറുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഇല്ലാതാകുന്നത്. അതിനാൽ സിലിണ്ടർ ബുക്ക് ചെയ്യുന്നവർ അത് വിതരണം ചെയ്യുവാനെത്തുന്ന സമയത്ത് തന്നെ പരമാവധി വാങ്ങുവാൻ ശ്രദ്ധിക്കുക. വിതരണത്തിനെത്തുമ്പോൾ നിങ്ങളില്ലെങ്കിൽ തന്നെ പകരം ആരെയെങ്കിലും സിലിണ്ടറിന്റെ പണവുമായി വാങ്ങുവാൻ ഏർപ്പെടുത്തുക. അല്ലെങ്കിൽ ഏജൻസികളിൽ നേരിട്ട് ചെന്നെടുക്കുക. ബുക്കിംഗ് ക്യാൻസലായാൽ വീണ്ടും ബുക്ക് ചെയ്യേണ്ടി വരും സിലിണ്ടർ കിട്ടുവാനെന്ന കാര്യം ശ്രദ്ധിക്കുക. ഇതുകൂടാതെ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ഗ്രാമീണ മേഖലകളിൽ 45 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും എന്ന നിയന്ത്രണവും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന പരാതിയുമുണ്ട്. നഗരങ്ങളായി മാറിയ പ്രദേശങ്ങളിലെ ഗ്യാസ് ഏജൻസികളെ ഇപ്പോഴും മുൻകാല രേഖകളുടെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ മേഖലയായി വിലയിരുത്തിയുള്ള നിയന്ത്രണങ്ങൾ മൂലം പല നഗരപ്രദേശങ്ങളിലും 25 ദിവസത്തിന് പകരം 45 ദിവസം കഴിയുമ്പോഴാണ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. അടുത്ത അറിയിപ്പ്, ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപയോക്താവ് തന്നെയാണ് ഇപ്പോഴും സിലിണ്ടറുകൾ വാങ്ങുന്നതെന്ന് ഉറപ്പാക്കുന്നതിനായി ഗ്യാസ് കണക്ഷൻ എടുത്തവർ ആധാർ അധിഷ്ഠിത KYC അപ്ഡേഷൻ പൂർത്തിയാക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 15 വരെയാണ്. 2024 മുതൽ ആരംഭിച്ചിരിക്കുന്ന ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓഗസ്റ്റ് 15-നുള്ളിൽ അത് പൂർത്തിയാക്കുക. അല്ലെങ്കിൽ സിലിണ്ടർ ബുക്കിംഗ് അസാധ്യമാകും. ഓഗസ്റ്റ് 15-നുള്ളിൽ KYC നൽകണമെന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇത് സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് കമ്പനികൾ സന്ദേശം അയക്കുന്നുണ്ട്. ഈ ഉത്തരവ് ഇന്ത്യൻ, HP, ഭാരത് ഗ്യാസ് തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ എണ്ണ കമ്പനികളുടെ ഉപഭോക്താക്കൾക്കും ഒരുപോലെ ബാധകമാണ്. നിശ്ചിത തീയതിക്കകം ബയോമെട്രിക് അപ്ഡേഷൻ നൽകിയില്ലെങ്കിൽ ഗാർഹിക സിലിണ്ടർ ആനുകൂല്യം ലഭിക്കില്ലെന്നാണ് സന്ദേശത്തിലുള്ളത്. KYC അപ്ഡേഷൻ കർശനമാക്കിയത് പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് സിലിണ്ടർ ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ്. നിലവിലെ KYC പൂർത്തിയാക്കിയാൽ മാത്രമേ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയൂ. ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉടമകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാനാണ് അപ്ഡേഷൻ എന്നാണ് കമ്പനികളുടെ വാദം. വിതരണ ഏജൻസികൾ മുഖേനയും കമ്പനികളുടെ ആപ്പ് വഴി ഓൺലൈനായും അപ്ഡേഷൻ നടത്താം. അല്ലെങ്കിൽ അടുത്തുള്ള ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയോ അക്ഷയ CSC സെന്ററുകൾ മുഖേനയോ KYC പൂർത്തിയാക്കാൻ സാധിക്കും. വീടുകളിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്ന ഡെലിവറി ജീവനക്കാരുടെ പക്കലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചും ഉപയോക്താക്കൾക്ക് KYC ചെയ്യാം. എന്നാൽ എല്ലാ വിതരണക്കാരുടെയും കൈവശം ഇത്തരം ഉപകരണങ്ങൾ ലഭ്യമായിട്ടില്ല എന്നതും ചില സാങ്കേതിക തടസ്സങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സിലിണ്ടർ വിതരണത്തിനായി ഏജൻസി ജീവനക്കാർ വീട്ടിലെത്തുമ്പോഴും അപ്ഡേഷൻ നടത്താവുന്നതാണ്. ഓൺലൈൻ അപ്ഡേഷനായി കമ്പനി ആപ്പും ചിത്രമെടുക്കാനായി ആധാർ ഫേസ് RD ആപ്പും ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം. സംശയങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറായ 1800-23335555 നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇതിനു പുറമെ ഗ്യാസ് ഏജൻസി ജീവനക്കാർ വീടുകളിലെത്തി നടത്തുന്ന സുരക്ഷാ പരിശോധനകളും നടക്കുകയാണ്. പരിശോധനയ്ക്കായി GST ഉൾപ്പെടെ 236 രൂപയാണ് ഈടാക്കുന്നത്. സുരക്ഷാ മുന്നറിയിപ്പിന്റെ ഭാഗമായി പൈപ്പോ സിലിണ്ടർ റെഗുലേറ്ററോ മാറ്റേണ്ടി വന്നാൽ അതിന്റെ അധിക ചിലവും ഉപഭോക്താവ് തന്നെ വഹിക്കേണ്ടി വരും. LPG ഉപഭോക്താക്കൾ സിലിണ്ടർ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ഓഗസ്റ്റ് 15-നകം തന്നെ KYC പൂർത്തിയാക്കുന്നതോടൊപ്പം പുതിയ ബുക്കിംഗ് നിയമങ്ങളും ഏജൻസി നടത്തുന്ന സുരക്ഷാ പരിശോധനകളും കൃത്യമായി മനസ്സിലാക്കി വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ബുക്ക് ചെയ്ത് 2 ദിവസത്തിനകം സിലിണ്ടർ കൈപ്പറ്റിയില്ലെങ്കിൽ ബുക്കിംഗ് റദ്ദാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യസമയത്ത് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ഉറപ്പുവരുത്തുന്നത് അനാവശ്യ തർക്കങ്ങളും ഓണക്കാലത്തെ ഗ്യാസ് ക്ഷാമവും ഒഴിവാക്കാൻ സഹായിക്കും. പ്രധാനപ്പെട്ട ഈ ഒരു ഗ്യാസ് ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.